കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ സ്വന്തമായൊരിടം അടയാളപ്പെടുത്തിയ ഓരോ മലയാളികൾക്കും ഏറെ സുപരിചിതയായ ഒരു സവിശേഷ വ്യക്തിത്വമാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സ്വാഗതം ശ്രീമതി പത്മജ വേണുഗോപാൽ. പത്മജ വേണുഗോപാൽ എന്ന നേതാവിനെ സംബന്ധിച്ച്, പൊതുപ്രവർത്തകയെ സംബന്ധിച്ച്, പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ. കാരണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എല്ലാവരും വളരെയധികം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നിമിഷമായിരുന്നു, ഒരു മുഹൂർത്തമായിരുന്നു. പ്രത്യേകിച്ചും വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ഫിനാലെക്ക് മുമ്പുള്ള ഒരു ക്വാർട്ടർ ഫൈനൽ എന്ന പോലെയായിരുന്നു ഈ ഇലക്ഷൻ എല്ലാവരും നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ എല്ലാവരും ഒരുപക്ഷെ പലരെയും ഞെട്ടിച്ചുകൊണ്ട് തലസ്ഥാന നഗരിയിൽ താമരകൾ വിരിഞ്ഞു. എങ്ങനെയാണ് ഈ വിജയത്തെ നോക്കിക്കാണുന്നത്? തിരുവനന്തപുരത്തുണ്ടായ വിജയം നമ്മൾ പ്രതീക്ഷ തന്നെയായിരുന്നു. നമുക്ക് കൂടുതൽ സീറ്റ് കിട്ടും എന്നുള്ളത് അറിയായിരുന്നു. പക്ഷേ എന്നെയൊക്കെ കൂടുതലും ഞെട്ടിച്ചത് ഇപ്പോൾ കൊല്ലം വരുത്ത സ്ഥലങ്ങളിൽ, കോഴിക്കോട്, ഇവിടെയൊന്നും ഒരിക്കലും, കാരണം കോഴിക്കോടൊക്കെ ടൗൺ ഏരിയയിൽ മുഴുവൻ BJP വന്നു. അപ്പം അങ്ങനെ നല്ലോണം ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ 1-2 ജില്ലകളിൽ നിന്ന് കുറച്ച് പിന്നിലേക്ക് പോയിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് പഠിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ളതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാരണം മാത്രമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഞങ്ങളുടെ പാർട്ടി പ്രസിഡൻറ്റ്. അദ്ദേഹം ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്, ഈ വന്ന കുറവുകളെല്ലാം നികത്തി മുന്നോട്ട് പോകാൻ പറ്റുന്നു. പിന്നെ എൻ്റെ പിതാവ് പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അതായത് അവസാനത്തെ 3 മാസമാണ് ജനങ്ങൾ തീരുമാനിക്കുക ആർക്ക് വോട്ട് ചെയ്യണം, നല്ലതായാലും ചീത്തയായാലും. കാരണം അതിനിപ്പോൾ തന്നെ ഒരു ഉദാഹരണം ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് എല്ലാവരും വിചാരിച്ചു അടുത്തൊരു തുടർഭരണം ഉണ്ടാവും എന്നൊക്കെ. പക്ഷേ അവസാനം ഉണ്ടായ കുറച്ച് ഇഷ്യൂസാണ് ആ ഗവൺമെൻറ്റിനെ പിന്നെ വരാൻ ഇതാവേണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പലതും പെട്ടെന്ന് മറക്കും എന്നുള്ളതിനേക്കാൾ കൂടുതൽ അപ്പുണ്ടാവുന്ന കാര്യങ്ങളിലായിരിക്കും അവർ തീരുമാനം എടുക്കുക. കാരണം ചില ആളുകൾ സ്ഥിരമായിട്ട് വോട്ട് കിട്ടുന്ന ആൾക്കാരുണ്ട്. അതായത് കോൺഗ്രസിന് ഇത്ര വോട്ട്, BJPക്ക് ഇത്ര വോട്ട്, LDFന് ഇത്ര വോട്ട്, അത് ഉറച്ച വോട്ടുകൾ. പക്ഷേ ഇതൊന്നും അല്ലാത്തൊരു വിഭാഗം ജനങ്ങളുണ്ട്. അവരാണ് ഈ അവസാനത്തെ 3 മാസം തീരുമാനം എടുക്കുന്നത്. അതാണ് നിർണായകവും. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഇതിലിങ്ങനെ സംഭവിച്ചു, അയ്യോ നാളെ ഇതിൻ്റെ അതില്ല. അത് മാറാം, എങ്ങനെ വേണമെങ്കിൽ മാറാം. ഇപ്പോൾ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ഇതിന് നേരെ ഉയരിയതായിരിക്കും ഇതിൻ്റെ ബലം. അപ്പോൾ അതുകൊണ്ട് ആരും പ്രത്യേകിച്ച് വിഷമിക്കാനും ഇല്ല, ആരും പ്രത്യേകിച്ച് സന്തോഷിക്കാനും ഇല്ല. പക്ഷേ BJP ഭയങ്കര മുന്നേറ്റം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യം. ഈ തിരുവനന്തപുരം എന്ന നഗരത്തെ സംബന്ധിച്ച് എല്ലാവരും ഉറ്റുനോക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എല്ലാവർക്കും അറിയാവുന്ന പോലെ തലസ്ഥാന നഗരിയാണ്. കേരളമെന്ന് നമ്മൾ കേൾക്കുമ്പോൾ പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ നേതാക്കൾ വന്നിറങ്ങുന്നത് തിരുവനന്തപുരത്താണ്. നമ്മുടെ ഒരു ഭരണ സ്ഥിരാകേന്ദ്രം എന്ന് പറയുന്ന ഒരു സ്ഥലം തിരുവനന്തപുരമാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ ഒരു വിജയം എന്ന് പറയുന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചും വളരെ അഭിമാനകരമായൊരു നേട്ടമാണ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഒരുപാട് നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം അതിനുവേണ്ടി ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ ആയിട്ട് അവിടെ വിനിയോഗിച്ചിരുന്നു. തിരുവനന്തപുരത്തിന്റെ ഒരു പൾസ് തൃശ്ശൂരിൽ നിന്നെത്തി എങ്ങനെയാണ് നമ്മൾ ജനിച്ചു വളർന്ന നാട് പോലെ തന്നെ തിരുവനന്തപുരത്തെ കാണാനും അവിടുത്തെ ഒരു പൾസ് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് എങ്ങനെയാണ് സാധിച്ചിട്ടുണ്ടായിരുന്നത്? അതെനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഞാനൊരു 5ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ തൊട്ട് തിരുവനന്തപുരത്ത് ആണ് പഠിച്ചതും വളർന്നതും. പിന്നെ ഇപ്പം എൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തതും തിരുവനന്തപുരമാണ്. അങ്ങനെ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയും പെറ്റമ്മയും പോറ്റമ്മയാണെന്ന്. കാരണം അത്രയും ഒരു ബന്ധം തിരുവനന്തപുരത്ത് ഉണ്ട് എനിക്ക്. കാരണം എത്രയോ കാലങ്ങളായി ഞങ്ങളുടെ കൂടെ, അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ, നമ്മളെ സ്നേഹിക്കുന്ന നല്ലൊരു വിഭാഗം ജനങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തിനെ പറ്റി എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും തിരുവനന്തപുരം BJPയുടെ കൂടെ നിൽക്കും. അത് കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. അതായത് പഴയ BJP നേതാക്കന്മാർ പലരും തിരുവനന്തപുരത്ത് നിന്നുള്ളവരാണ്. അപ്പോൾ ആ ഒരു കൾച്ചർ അവിടെ ഉണ്ട്. അത് അങ്ങനെ ഇപ്പം കൂടി എനിക്ക് തോന്നണേ ഇനി അടുത്ത അസംബ്ലി ആകുമ്പം ഇതിലും കൂടും എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP പ്രവർത്തകർ വളരെ ഒരു ആവേശത്തിലുമാണ്. തിരുവനന്തപുരം നല്ല സ്ഥലമാണ് ജീവിക്കാനും. അവിടുത്തെ ജനങ്ങൾ എല്ലാം വളരെ സ്നേഹബന്ധമുള്ള ആൾക്കാരാണ്. ഇപ്പോൾ നമ്മളൊക്കെ എത്ര കാലം കഴിഞ്ഞ് പോയാലും നമ്മളെ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം തോന്നിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഞാൻ തിരുവനന്തപുരത്ത് എനിക്ക് പോയി താമസിക്കാനൊക്കെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ ഒരു പുതിയ നേതാവ്, ഒരു പുതിയ താരോദയം സംഭവിച്ച വർഷമായിരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം ഒരുപാട് വർഷങ്ങളായി ഒരു പാർട്ടി അനുഭാവി ആ രീതിയിലൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സമുന്നതമായ ഒരു സ്ഥാനത്തേക്ക് വന്ന് ഒരു തെരഞ്ഞെടുപ്പിനെ ഒന്നടങ്കം നേതാക്കളെയും മണികളെയും ഒക്കെ ഒരുക്കുന്നതിന് മുന്നിട്ടിറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ സംഘടനയെ ഒന്ന് പുതുക്കിപ്പണത് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ സജ്ജമാക്കിയത്? അതായത് അദ്ദേഹം MP ആയിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. പിന്നെ അറിയാലോ അദ്ദേഹം ഒരു കോർപ്പറേറ്റ് ഇത് കൊണ്ടുനടന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എനിക്കെപ്പോഴും തോന്നാണ്ട് ഒരു പ്രൊഫഷണലാണ്. എല്ലാ കാര്യങ്ങളിലും ഓരോ കാര്യങ്ങളും നമ്മൾ പറയുമ്പോഴേക്കും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ ചോദിക്കും അദ്ദേഹത്തിൻ്റെ ചുറ്റും കണ്ണും കാതുവാണോ എന്ന്. അതങ്ങനെ തുറന്നിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയില്ല എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ രാജീവ് ചന്ദ്രശേഖറിന് എല്ലാ കാര്യവും അറിയാം. സാധാരണഗതിയിൽ നമ്മൾ ഇത്തരം ആളുകളെ തെറ്റിദ്ധരിക്കുക, അവർക്ക് ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അദ്ദേഹം പ്രവർത്തകരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അതായത് അദ്ദേഹം തന്നെ പറയും, ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന, പിന്നെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ബാക്കിയെല്ലാം. അതുകൊണ്ട് എനിക്ക് സാധാരണക്കാരൻ്റെ വിഷമങ്ങൾ എനിക്കറിയാം. അതുകൊണ്ട് ആയിരിക്കാം എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷനൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹം പനിയും എല്ലാം വെച്ച് വയ്യാണ്ടായിട്ട് പോലും ആ ഓരോ സ്ഥലങ്ങളിൽ പ്രസംഗിക്കാനും ഇതിനും ജനങ്ങളുടെ കൂടെ ഒരാളായിട്ട്, അദ്ദേഹത്തിന് ഒരു നേതാവായിട്ടല്ല തോന്നിയത്, നമുക്കൊരു സാധാരണ പ്രവർത്തകനായിട്ട് അദ്ദേഹം. അത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ആത്മവിശ്വാസം തന്നൊരു കാര്യമായിരുന്നു. ഈ തിരുവനന്തപുരം എന്ന നഗരത്തിലെ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരും. തിരുവനന്തപുരം എന്ന നഗരത്തിലൂടെ കേരളത്തിൽ വളരെ വലിയൊരു വർഗീയ ധ്രുവീകരണം സംഭവിക്കും. അങ്ങനെ BJP അവിടെ അധികാരത്തിലെത്തുമ്പോൾ BJPയുടെ ഈ അധികാരത്തിലെത്തുന്നതിനെ ഭയപ്പെടുന്നതിന് പല കാരണങ്ങളും നമ്മുടെ മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികൾ നിരത്തുന്നുണ്ട്. അതിൽ ഏതൊക്കെ രീതിയിൽ വാസ്തവമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു മുന്നേറ്റം വരണം അല്ലെങ്കിൽ ഒരു വികസനം കൊണ്ടുവരണം എന്നതിനെ എന്തുകൊണ്ടാണ് ഭയക്കുന്നത്? അല്ല, ഇപ്പം BJP ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞുണ്ടാക്കുന്നതിൽ യാതൊരു കാര്യമില്ല. ഞാൻ വന്നത് ഒരു മതേതര കുടുംബത്തിൽ നിന്നാണ്. കാരണം എല്ലാ കമ്മ്യൂണിറ്റിനെയും ഒരേ രീതിയിൽ കണ്ടിട്ടുള്ളൊരു ആളാണ് ഞാൻ. ആ മനസ്സൊന്നും എൻ്റെ മാറില്ല. അതായത് അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ BJPയിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലായിരുന്നു വന്നിട്ട്. പക്ഷെ ഇതിലും എല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നവരാണ്. അപ്പോൾ വർഗീയ പാർട്ടികളെന്ന് പറഞ്ഞപ്പോൾ SDP ഇപ്പോൾ വർഗീയ പാർട്ടിയല്ല അങ്ങനെയാണെങ്കിൽ. പക്ഷെ അവർക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ 100 എത്ര സീറ്റൊക്കെ അവർക്കും കിട്ടിയിട്ടുണ്ട് ഒറ്റയ്ക്ക് നിന്നിട്ട്. അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ല. ഈ BJPനെ വളർച്ചേനെ പേടിക്കുന്നവരാണ് BJPനെ വർഗീയ ശക്തിയായി ചിത്രീകരിക്കുന്നത്. അല്ലാണ്ട് BJP ഒരിക്കലും ഒരു വർഗീയ പാർട്ടിയല്ല. അതാണ് ആദ്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഹിന്ദു വോട്ടുകൾ ശരിയാണ് BJPയിലേക്ക്. പക്ഷേ ഇപ്പോൾ കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകളും എന്തിനാ വേണ്ടത്? തൃശ്ശൂരിൽ ഞങ്ങളൊരു മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തി ജയിപ്പിച്ചതാണ് BJP. അപ്പോൾ പിന്നെ ജാതിയും മതവും ഇല്ലയെന്ന് അതിന് വ്യക്തമായല്ലോ. അത് അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മുസ്ലിം പെൺകുട്ടി BJPയിൽ നിന്ന് വരിക എന്നൊക്കെ പറഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലായില്ലേ ഇതൊരു വർഗീയ പാർട്ടിയല്ല എന്ന്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ അബ്ദുള്ള കുട്ടിയാണ് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ്, ഓൾ ഇന്ത്യ വൈസ് പ്രസിഡന്റ്. അങ്ങനെ എല്ലാ വിധത്തിലും എല്ലാ കമ്മ്യൂണിറ്റിനും ഇപ്പോൾ ഇവിടെ തന്നെ എത്രയോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ ഞങ്ങൾ നിർത്തി. അപ്പോൾ ഇത് പറഞ്ഞുണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സാണ്. അവർക്ക് BJPനെ പേടിയാണ്. BJPയുടെ വളർച്ചേനെ അവർ നോക്കുമ്പം അവരുടെ വോട്ടുകളൊക്കെ കൂടുതലും ഒഴുകിപ്പോണത് BJPയിലേക്കാണ്. അപ്പോൾ ആ ഒരു ഇത് തടയാൻ വേണ്ടിയിട്ടാണ് BJPനെ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു കാര്യമില്ല. ഈ തിരുവനന്തപുരത്ത് ഈ CPMനെ ഏറ്റ ഈ ഒരു പരാജയം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനേറ്റ ഈ ഒരു പരാജയത്തിൻ്റെ മുഖ്യ കാരണം അവിടെ മുമ്പുണ്ടായിരുന്ന ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ മേയറാണെന്ന് വലിയ ആരോപണങ്ങൾ വരുന്നുണ്ട്. അവർ ഒരുപാട് അഹങ്കാരിയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ നിലപാടുകളും അവരുടെ പെരുമാറ്റ രീതികളും എല്ലാം വളരെ മോശമായിരുന്നു. സാധാരണ ജനങ്ങൾക്ക് അവരെ പലപ്പോഴും ഉൾക്കൊള്ളാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതേസമയം തന്നെ അവർ വളരെ ചെറിയ പ്രായത്തിൽ ഒരു വനിത എന്ന രീതിയിൽ നല്ല ഭരണം കാഴ്ചവെച്ച ആളാണെന്നും പറയുന്നുണ്ട്. പക്ഷെ പരാജയത്തിന്റെ എല്ലാത്തിന്റെയും കാരണം അവരിൽ കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഒരു വനിത എന്ന രീതിയിൽ, ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇത്തരം വ്യക്തിപരമായ ആക്രമണങ്ങളെ ഒക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് വ്യക്തിപരമായിട്ടുള്ള ആക്രമണമല്ല, രാഷ്ട്രീയമായിട്ടും. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു 23-24 വയസ്സിൽ വന്ന ഒരാൾക്ക് ഭരണപരമായിട്ടുള്ള കഴിവുകൾ കുറവായിരിക്കും. പിന്നെ പെട്ടെന്ന് നമ്മളൊരു സ്ഥാനത്ത് എത്തുമ്പം ആ സ്വഭാവത്തിലൊക്കെ വരുന്നൊരു വ്യത്യാസം. കാരണം ഒരിക്കലും അഹങ്കാരം പാടില്ല. അത് നമ്മളാരും പറഞ്ഞതല്ല, പത്രങ്ങളും മീഡിയകളൊക്കെ പറഞ്ഞതാണ്, നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതൊക്കെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. പിന്നെ പൊതുവേ LDFനോട് ഉള്ള ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ മൊത്തം
അലയടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബലം കൂടിയാണ് ഇപ്പോൾ വന്ന റിസൾട്ട്. പക്ഷെ അതൊരു എന്താ പറയേണ്ടത്, UDFനും അത്ര അങ്ങോട്ട് ആഹ്ലാദിക്കാൻ വകയില്ല. കാരണം എനിക്ക് തോന്നുന്നു പാർലമെൻറ്റ് കഴിഞ്ഞപ്പോൾ ഒരു 110 സീറ്റിൽ ഉണ്ടായിരുന്നു UDF. അത് കുറഞ്ഞിപ്പോൾ 80 സീറ്റിലേക്ക് എത്തി. അപ്പോൾ ഈ പിന്നെയുള്ളതൊരു 10-12. അപ്പോൾ അത് മാറാൻ സമയം അധികമൊന്നും വേണ്ട. അതുകൊണ്ടായിരിക്കാം UDF വലിയ അഹങ്കാരമൊന്നും കാണിക്കണില്ല. അപ്പോൾ എല്ലാവരും അവരവരുടെ രീതിയിൽ മിതത്വം പാലിച്ചാൽ നല്ലതാണ്. ഇപ്പോൾ BJP ആണെങ്കിൽ പോലും ഇപ്പോൾ ട്രിവാൻഡ്രത്ത് കിട്ടി അങ്ങനെ. പക്ഷേ BJP പൊതുവെ ഒരു അഹങ്കാരം കാണിക്കുന്ന പാർട്ടിയല്ല. അവർ വർക്കിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അവരങ്ങനെ ഷോ കാണിക്കാൻ ഇപ്പോഴാണ് പിന്നെയും ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ എന്താ അവർ ആഘോഷിച്ച് തുടങ്ങിയത്. മറ്റേതൊരു ആഘോഷം പോലും BJPക്കാർ ചെയ്യാറില്ല. അവർ കുറച്ചും കൂടി അവരൊരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. ഇപ്പോൾ കുറേയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം നമ്മൾ കാലത്തിനൊത്ത് ഇതാക്കണമല്ലോ. പക്ഷേ ഈ LDFകാരുടെ ഭരണവിരുദ്ധ വികാരം എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളം നോക്കിയാൽ എറണാകുളത്ത്, അല്ലെങ്കിൽ കൊല്ലം, എത്രയോ കൊല്ലങ്ങളായിട്ട് അവരുടെ കയ്യിൽ കിടക്കുന്നതാണ്. ആ കൊല്ലത്തൊക്കെ അങ്ങനെ സംഭവിക്കുക. എത്ര കൊല്ലങ്ങളായിട്ട് 50-50 കൊല്ലമായിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന സാധനമാണ്. അതെ അതെ. ഇത് തന്നെ നാളെ അസംബ്ലിയിൽ സംഭവിച്ചോളന്നില്ല കേട്ടോ, അതും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ജനങ്ങൾ അവരുടെ ഒരു ദേഷ്യം, ഇവരോടുള്ള ഇടതുപക്ഷത്തിനുള്ള ദേഷ്യം തീർത്താന്നാണ് നമുക്ക് റിസൾട്ട് കണ്ടപ്പോൾ തോന്നിയത്. ഈ 2024 മാർച്ച് 7 എന്ന് പറഞ്ഞ ഒരു ദിവസമാണ് പത്മജ വേണുഗോപാൽ എന്ന ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തക അവരുടെ ജീവിതത്തെ രണ്ടായി വിഭജിച്ചത്. അത്രയും നാൾ നമ്മൾ വിശ്വസിച്ച് പോന്നിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അച്ഛനായിട്ട് നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച ഒരു മൂവർണ്ണ പതാക, അതിൽ നിന്ന് മാറി മറ്റൊരു പതാക, മറ്റൊരു വിശ്വാസം, മറ്റൊരു രാഷ്ട്രീയം BJPയിലേക്ക് താങ്കൾ കൂടുമാറുന്നു. അതിനുശേഷം അതിനു മുമ്പുമുള്ള ഒരു ജീവിതം ജനങ്ങൾ നമ്മളെ എങ്ങനെ കാണുന്നു, എങ്ങനെയാണ് ഇപ്പൊ നോക്കുമ്പോൾ വിലയിരുത്തുന്നത്? അല്ല, ജനങ്ങൾ അത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എനിക്ക് എവിടെ ചെല്ലുമ്പോഴും കിട്ടുന്നൊരു സ്നേഹം, അംഗീകാരം. കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർക്ക് സങ്കടമുണ്ട്. കാരണം അവരൊക്കെ ആയിട്ട് ഞാൻ നല്ല ബന്ധമായിരുന്നു. രാഷ്ട്രീയ ബന്ധത്തിനപ്പുറം ഒരു സഹോദരി അല്ലെങ്കിൽ ഇതെന്നുള്ള രീതിയിലാണ് ഞാൻ അവരൊക്കെ ആയിട്ട് ഇടപെട്ടിരുന്നത്. അപ്പം അവരൊക്കെ വിട്ടുപോയാലും, പാർട്ടി പ്രവർത്തകരെ വിട്ടുപോയാലും എനിക്ക് സങ്കടമുണ്ട്. നേതാക്കളെ വിട്ടുപോയാലും എനിക്ക് ഒരു സങ്കടവുമില്ല. കാരണം അത്രമാത്രം ദ്രോഹം അവരൊക്കെ എന്നോട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പണ്ട് DIC ഉണ്ടാക്കിയ സമയത്ത് പോലും പാർട്ടി വിട്ടു പോകാത്ത ആളാണ് ഞാൻ അന്ന് കോൺഗ്രസിൻ്റെ കൂടെ നിന്നു. അച്ഛൻ വരെ തമാശയ്ക്ക് പറയും എൻ്റെ വീട്ടിൽ എനിക്കൊരു പ്രതിപക്ഷം ഉണ്ടെന്ന്. അത് ഞാനായിരുന്നു. അന്ന് ചേട്ടനും ഒക്കെ അച്ഛൻ്റെ കൂടെ DICയിൽ പോയി LDF ആയിട്ട് ചോദിച്ച് അവർ നിൽക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ആ സമയത്തും ഞാൻ ശക്തമായിട്ട് കോൺഗ്രസിൻ്റെ കൂടെ നിന്നു. അത് കഴിഞ്ഞ് പക്ഷെ പാർട്ടി നമ്മളോട് ആ ഒരു കൺസേൺ കാണിച്ചില്ല. അച്ഛൻ്റെയൊക്കെ മരണശേഷം വല്ലാണ്ടിട്ട് എന്നെ മാനസികമായിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു. എനിക്ക് നിൽക്കാൻ പറ്റാണ്ടായി. നമ്മളെ ഓടിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ രീതിയിലാണ് പിന്നെ ഇവരൊക്കെ പെരുമാറിയത്. അത് നമ്മളെ പല സ്ഥലത്ത് അപമാനിക്കുക, ഒരു ബാക്കിയൊന്നും വേണ്ട, നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും സാരില്ല. കാരണം ഇന്നും പത്മജ വേണുഗോപാൽ അറിയപ്പെട്ടിരുന്നത് കോൺഗ്രസ് ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളെന്നായിരുന്നു. അതിലെനിക്ക് ഇപ്പോഴും ഞാൻ അതിനെ പ്രസ്ഥാനത്തിനെ ഇപ്പോഴും ഞാൻ തള്ളി പറയില്ല. പക്ഷെ അവിടുത്തെ നേതാക്കളെ ഞാൻ തള്ളി പറയുക തന്നെ ചെയ്യും. കാരണം ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് കോൺഗ്രസിൻ്റെ ഗുണം കൊണ്ടല്ല ഈ ഇലക്ഷന് അവർക്ക് ഗുണം കിട്ടിയത്, മറ്റവരോടുള്ള ദേഷ്യം തീർത്തതാണ്. ഞാൻ പലരോടും പറയുന്ന, എൻ്റെ അടുത്ത് പലരും ചോദിച്ചു ഇനി തിരിച്ചു പോവോ കോൺഗ്രസ്സിലേക്ക്? ഞാൻ ഒരിക്കലും ഇല്ല. കാരണം വേറെ ഒന്നുമല്ല, നേതാക്കൾ മാറില്ലല്ലോ, നേതാക്കൾ അവരൊക്കെ തന്നെയല്ലേ. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്താഗതിയൊന്നും എനിക്കില്ല. കാരണം എനിക്ക് ഇവിടുന്ന് കിട്ടേണ്ട റെസ്പെക്റ്റും സ്നേഹവും, പൊതുവെ സ്ത്രീകളോട് വളരെ ബഹുമാനമുള്ളൊരു പാർട്ടിയാണ് BJP എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയൊക്കെ വളരെ സ്ത്രീകളുടെ അടുത്ത് റെസ്പെക്റ്റോട് കൂടിയിട്ട് ഇതായിട്ട്, പിന്നെ നമ്മളെക്കാളും താഴെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ കാണുമ്പോഴുള്ള നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹവും റെസ്പെക്റ്റും, അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. നമ്മളെ അപമാനമാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. കോൺഗ്രസ്സുകാർക്ക് അങ്ങനെയല്ല, കോൺഗ്രസ്സുകാർ വല്ലാണ്ട് അപമാനിക്കും. അത് എനിക്ക് താങ്ങാൻ പറ്റില്ല. ഒന്നിലേറെ ഇലക്ഷനുകളെ തൃശ്ശൂരിനെ പ്രതിനിധീകരിച്ച്, കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച്, UDFനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിരുന്നു. അപ്പോൾ പലപ്പോഴും ഈ ഇലക്ഷൻ റിസൾട്ടുകൾ, ഇലക്ഷൻ കാലഘട്ടത്തിൽ അടിയൊഴുക്കുകൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മൾ പുറത്തേക്ക് ചിരിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നു, നമ്മുടെ കൂടെയുള്ളവരൊക്കെ നമുക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നവരാണ് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ ഫലം വരുമ്പോഴാണ് അറിയുന്നത് ഈ കൂടെ നിൽക്കുന്നവരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കിട്ട് പണിതു എന്നൊക്കെ പറയുന്ന പോലെ പറയുന്നത്. അപ്പോൾ അത്തരം അനുഭവങ്ങളാണോ ഒരു നേതാക്കളോടുള്ള ഈ ഒരു അമർഷത്തിന് ഉള്ള കാരണം? അത് മാത്രമൊന്നുമല്ല. അതായത് കോൺഗ്രസ് തന്നെ നന്നായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, പിന്നൊന്ന് കുത്തിയിട്ട് നല്ല ശീല എനിക്ക്. അതെൻ്റെ അച്ഛനെയും കുത്തിയിട്ടുള്ളത് കോൺഗ്രസ്സുകാരനെയാണ്. അതുകൊണ്ട് അതെനിക്കൊരു പുതുമയായിട്ടും തോന്നിയിട്ടില്ല.
കൂടെ നിൽക്കുന്ന ആരെയും ഞാൻ വിശ്വസിച്ചിട്ടുമില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ നമ്മൾ കൊണ്ടു നടക്കണ്ടേ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കൂടെ നിൽക്കുന്നവൻ രാത്രിക്ക് രാത്രി അപ്പുറത്ത് പോയിട്ട് സംസാരിക്കണമൊക്കെ എനിക്കറിയാം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതല്ലേ, നമ്മളവരെ വിശ്വസിച്ചു എന്ന് കാണിക്കാനല്ലേ പറ്റുള്ളൂ. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ. അത് ആദ്യം നിൽക്കുമ്പോൾ 6000 ഇഷ്ടം വോട്ടിന്, അതായത് ഞാൻ ഇപ്രാവശ്യം 900 വോട്ടിനാണ് ഞാൻ തോറ്റത്, വളരെ ചെറിയ ഒരു ഇതിന്. അതെന്തുകൊണ്ടാണ്? ഞാൻ ആരെയും അവിശ്വസിച്ചില്ല, ആരെയും മാറ്റി നിർത്തിയില്ല, അവരെയൊക്കെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോയതുകൊണ്ടാണ്. എന്നിട്ടും കോൺഗ്രസ്സുകാർ, എനിക്കറിയായിരുന്നു ഇവിടുന്ന് ചതി വരുന്നു, പക്ഷെ ഇത്രയും ഡീപ്പായിട്ടൊരു ചതിയിലേക്ക് ഇവർ പോകുന്നുള്ള എനിക്ക്. പിന്നെ ഈ പറഞ്ഞ മാതിരി എന്തൊക്കെ പറഞ്ഞാലും സുരേഷ് ഗോപി അന്ന് വന്നപ്പോൾ സുരേഷ് ഗോപിയുള്ളൊരു ആരാധന തൃശ്ശൂരുകാർക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു എനിക്ക് കിട്ടേണ്ട കുറേ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് പോയി. അങ്ങനെ പല കാരണങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞു, ഒരു കാരണമല്ല, പല കാരണങ്ങളും ഉണ്ട്. ഈ തൃശ്ശൂര് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി പറഞ്ഞ പോലെ തന്നെ വലിയ വിജയം നേടിയിരുന്നു. ന്യൂനപക്ഷങ്ങളുമായിട്ട് ഒരുപാട് പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ന്യൂനപക്ഷങ്ങളിലെ വോട്ടുകൾ കൊണ്ട് കൂടിയാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഈ ഇലക്ഷനിൽ ഇപ്പൊ തിരുവനന്തപുരത്തും കൊല്ലത്തും കോഴിക്കോടും പാലക്കാടും ഉണ്ടാക്കിയ ഒരു നേട്ടം ഇലക്ഷനിൽ BJPക്ക് തൃശ്ശൂര് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഇവൻ എറണാകുളത്തും തൃശ്ശൂരും അക്കാര്യത്തിൽ മോശമായിരുന്നു. അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ വോട്ടുകൾ നമുക്ക് കുറഞ്ഞത് എന്നുള്ളത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ അടുത്തും ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞു, പത്മജ തൃശ്ശൂരുകാരിയാണല്ലോ, അപ്പോൾ പത്മജ ഒന്ന് തൃശ്ശൂർ അന്വേഷിക്കൂ കാര്യങ്ങൾ. അപ്പം ഞാൻ തീർച്ചയായിട്ടും ഞാൻ അന്വേഷിക്കാം എന്താണ്. രണ്ട് ഫാക്ടറികൾ, അതായത് ഈ ന്യൂനപക്ഷ വോട്ടുകളും സുരേഷ് ഗോപി എന്ന ഫാക്ടറും, ഈ രണ്ട് ഫാക്ടറികളും ഇത്തവണ ഇവിടെ ലഭിച്ചില്ല. അപ്പോൾ സുരേഷ് ഗോപി എന്ന ഫാക്ടർ ഇല്ലെങ്കിൽ തൃശ്ശൂരിലെ BJPയെ സംബന്ധിച്ച് ഇനിയും ഒരുപാട് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നൊരു ബോധ്യമുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ BJPക്ക് കിട്ടേണ്ടതായിട്ടുള്ള വോട്ടുകൾ പോലും കിട്ടിയിട്ടില്ല. BJPയുടേതായിട്ടുള്ള വോട്ടുകൾ ഇനിയുണ്ട് ഇവിടെ. അതൊന്നും നമുക്ക് പോൾ ചെയ്യിക്കാൻ സാധിച്ചില്ല. അത് പിന്നെ നമുക്ക് ഈ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യത്തിൽ വന്ന കുറച്ച് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു കുറവ്, ഒരു കോർഡിനേഷൻ കുറവ്, അതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അതൊക്കെ മാറ്റി മുന്നോട്ട് പോയാൽ ഇപ്പോഴും BJPക്ക് നല്ല സാധ്യതയുള്ള സ്ഥലം തന്നെയാണ് തൃശ്ശൂർ. ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകും ഒരു സ്ത്രീ എന്ന രീതിയിൽ. പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്താണെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിലാണെങ്കിലും ഇപ്പോൾ ദിലീപിന്റെ വിഷയത്തിലാണെങ്കിലും തൊട്ടു മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള ആരോപണങ്ങൾ പുരുഷന്മാർക്കെതിരെ സംഭവിക്കുന്നു. പലപ്പോഴും രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞ് നമ്മുടെ ജനങ്ങൾ ഇരുവരുടെയും കൂടെ നിൽക്കുന്നു. പലപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിലെടുക്കുന്ന നിലപാട് ചിലപ്പോൾ ദിലീപിന്റെ വിഷയത്തിലെടുക്കില്ല. എല്ലാവരും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, നമ്മുടെ സ്നേഹത്തിനും ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ നിലപാടുകളെ മാറ്റിമറിക്കുന്നു. അപ്പൊ നമുക്ക് രാഹുലിന്റെ വിഷയത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ഒരുപാട് കാലം കോൺഗ്രസിൽ ഉണ്ടായിരുന്ന, ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒരു പാർട്ടി എടുക്കേണ്ട നിലപാടുകൾ കോൺഗ്രസ് പാർട്ടി എടുത്തു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം ഇതല്ല എടുക്കേണ്ട രീതി. ഒരു തെറ്റ് ചെയ്താൽ അത് അപ്പം അതിൻ്റെ അല്ലാണ്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി അവസാനം കോടതി ഇടപെട്ട് അല്ലെങ്കിൽ ജനങ്ങൾ അത്രയും എതിരാവുന്ന സമയത്ത് എടുത്തിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴും കോൺഗ്രസ് നിന്ന് പുറത്താക്കിയിട്ടും കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ പോയി കാണുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് തന്നെ ജയിച്ച കൗൺസിലർമാർ അദ്ദേഹത്തിൻ്റെ കൂടെ കണ്ടു. പിന്നെ എന്ത് പുറത്താക്കി എന്ന് പറയണത്? പണ്ടൊന്നും അങ്ങനെയല്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തായാൽ ആരും കാണാൻ പോലും വരില്ല. പേടിയാണ് അവർക്ക് നമ്മളോട് സംസാരിക്കാൻ. ഈ കോൺഗ്രസ് ഉണ്ടാക്കിയ കെ കരുണാകരൻ്റെ മകൾ പോയിട്ട് അവർക്കൊക്കെ ഒരു സംസാരിക്കാൻ, എന്നാൽ എനിക്കറിയാം പലർക്കും എന്നോട് ഉള്ളിൽ സ്നേഹമുണ്ടെന്ന്, ഭയങ്കര സ്നേഹമുള്ള കോൺഗ്രസ്സുകാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സംസാരിക്കാൻ പേടിയാണ് അവരുടെ തല. അപ്പോൾ ആൾക്കാരനുസരിച്ചാണ് ലീഡർഷിപ്പ് നടപടികൾ എടുക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പലരുടെയും പ്രിയങ്കരനാണ്. അത് സ്നേഹം കൊണ്ടൊന്നുമല്ല, വേറെ പല കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു, നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരികയാണ്. നമ്മളൊന്നും പിന്നെ അങ്ങനത്തെ ഒരു വൃത്തികെട്ട പരിപാടിക്ക് പോവാത്തതുകൊണ്ട് നമ്മളെ കാണുമ്പോൾ പേടിയാണ്. കാരണം ഇനി സംസാരിച്ചാൽ, ചേച്ചിയോട് സംസാരിച്ചാൽ പ്രശ്നമാവുമോ? എന്നാൽ അതല്ലാണ്ട് വീട്ടിൽ എന്നെ കാണാൻ വരുന്ന ആൾക്കാരും ഉണ്ട് കോൺഗ്രസ്സുകാർ. അത് ജെന്യുവനായിട്ടുള്ള കോൺഗ്രസ്സുകാരാണ്. അല്ലാത്ത കോൺഗ്രസ്സുകാർക്ക് ഈ പറഞ്ഞ മാതിരി അവിടെ പോയാൽ പ്രശ്നമാവുമോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എന്താ കാര്യം? അവർക്ക് പേടിയാണ് ലീഡർഷിപ്പിന്. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ തീർന്നില്ലേ? ലീഡർഷിപ്പിൽ തന്നെയുള്ള പലർക്കും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നേക്കാം. അപ്പൊ അത് വെളിപ്പെടുമോ എന്നുള്ളൊരു പേടി കൊണ്ടുകൂടിയാണ് നല്ല പേടിയുണ്ട് രാഹുലിനെ സംരക്ഷിക്കുന്നത്. ഇത്തവണത്തെ ഇലക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ഒരു മാർച്ച് ഏപ്രിലോട് കൂടിയിട്ട് അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറെടുക്കുകയാണ്. നമ്മൾ പറയും ആവനാഴിയിലെ അവസാന അമ്പുകളും എല്ലാവരും പ്രയോഗിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അതിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ ആക്രമണങ്ങളും ആരോപണങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ സംഭവിച്ചേക്കാം. അപ്പോൾ ഇനിയുള്ള ഈ ഒരു 3 മാസക്കാലം
വർഷക്കാലം ഏതൊക്കെ രീതിയിലുള്ള പരിപാടികളും പ്രചരണ പ്രവർത്തനങ്ങളിലുമാണ് BJP എന്ന താങ്കൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ സംഘടന ഊന്നൽ കൊടുക്കുന്നത്? അതായത് ഇപ്പോൾ മോദിജി നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് കുറച്ചും കൂടി ജനങ്ങളിലേക്ക് എത്താനുണ്ട്. കാരണം അത് എത്തിക്കാൻ ഇവിടുത്തെ LDF ഗവൺമെൻറ് പല കാര്യങ്ങളും അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കലാണ് ഇവരുടെ പണി. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഇത് നടത്തുന്ന ആൾക്കാരെ വ്യക്തമായിട്ട് ആരാന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കുക, പിന്നെ അതിൻ്റെ ഗുണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, എല്ലാം നേരിട്ട് ജനങ്ങൾ എപ്പോഴും പറഞ്ഞ മാതിരി നമ്മൾ ജനങ്ങളിലേക്ക് എത്തണം, ജനങ്ങൾ അവരുടെ ആവശ്യം നമ്മളിലേക്ക് എത്തണം. അതായിരിക്കണം എന്താ പറയേണ്ടത്, ഒരു ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു പോളിസി വേണ്ടത്. കാരണം പണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ യാചകനായിട്ട് ജനങ്ങളുടെ കൂടെ നിന്നാൽ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാജാവായിട്ട് ഇരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അപ്പോൾ അവർ ആ ഇതിൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് അവർക്ക് ചെയ്യാനുള്ള രാജാവാണെന്ന് പറഞ്ഞ അഹങ്കാരമല്ല. ഞാൻ പറഞ്ഞ രാജാവാകുമ്പോൾ നമുക്ക് എന്തും ചെയ്തു കൊടുക്കാം, മനസ്സിലായ? അപ്പം അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ രാജാവാണെങ്കിലും അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതിനാണല്ലോ നമ്മളെ ജനപ്രതിനിധിയായിട്ട്. അപ്പോൾ പക്ഷെ ജനങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ അന്നും രാജാവായിട്ട് പോകരുത് ഒരിക്കലും. എപ്പോഴും ജനങ്ങളുടെ അടുത്ത് പോകുമ്പോൾ ഒരു യാചകനായിട്ട് തന്നെ പോയാൽ കാര്യമുള്ളൂ. അത് അങ്ങനെ പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. നമ്മൾ നന്നായിട്ട് പെരുമാറുക, പറ്റുന്നതാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കുക. എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഒരാൾ വിഷമമായിട്ട് വരുമ്പോൾ എനിക്കിത് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പറയരുത്. നമ്മളെക്കൊണ്ട് എൻ്റെ അച്ഛൻ ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ആപ്ലിക്കേഷൻ വാങ്ങും, അച്ഛൻ തന്നെ നേരിട്ട് വാങ്ങും. നേരിട്ട് വാങ്ങിയിട്ട് അപ്പം തന്നെ അച്ഛൻ വിളിക്കും അതിൻ്റെ ആൾക്കാരെ. ചിലപ്പോൾ നടക്കും, പിന്നെ അച്ഛനായതുകൊണ്ട് മിക്കപ്പോഴും നടക്കാറുണ്ട്. അല്ലെങ്കിൽ അവർക്കൊരു സമാധാനം കൊടുക്കുക എന്നുള്ളതാണ്. വരുന്ന ജനങ്ങൾക്ക് സമാധാനം കൊടുക്കാനാണല്ലോ ജനപ്രതിനിധികൾ. അത് പലരും ചെയ്യണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. പക്ഷെ ഞങ്ങളൊക്കെ കണ്ടുപഠിച്ചിട്ടുള്ളത് ആ ഒരു രീതിയാണ്. കെ കരുണാകരൻ എന്ന രാഷ്ട്രീയ കുലപതി, മലയാളികൾക്ക് പ്രത്യേകിച്ച് വിശേഷണങ്ങളൊന്നും തന്നെ ആവശ്യമില്ലാത്ത ഒരു വലിയ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ ഒരു മകളെന്ന രീതിയിൽ ഇപ്പോൾ കുറേയധികം കാര്യങ്ങൾ നമ്മൾ അച്ഛനെ കോട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഒന്നുകൂടി ചോദിക്കുകയാണ്, അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു മകളെന്ന രീതിയിലും ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന രീതിയിലും അച്ഛനെ ടെക്സ്റ്റ് ആക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2-3 കാര്യങ്ങൾ. ഒന്ന്, കൂടെ നിൽക്കുന്നവന് പ്രൊട്ടക്റ്റ് ചെയ്യും. അതായത് മനുഷ്യനാണ്. ഇപ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് തെറ്റുകൾ പറ്റാം. അദ്ദേഹത്തെ പറ്റി പറയുന്ന ഏറ്റവും വലിയ വിശേഷങ്ങളൊന്നും ആശ്രിത വത്സലൻ. അതെ, തീർച്ചയായിട്ടും അതെ. എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അച്ഛൻ ചെയ്യണത് ശരിയാണോ. അത്രയും ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യണ ഒരാൾ. പിന്നെ അച്ഛൻ പറയും, നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പം അതിൽ കറപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ആരെയും പേടിക്കണ്ട. ഒരാൾ നമ്മളെ ചോദ്യം ചെയ്യില്ല, ചോദ്യം ചെയ്യായിരിക്കും, പക്ഷേ നമ്മളെ ഒരിക്കലും, അത് അച്ഛൻ പറഞ്ഞ മാതിരി എന്നെ ഒരു ദിവസം പോലും ജയിലിൽ കിടത്താൻ ആർക്കും പറ്റിയിട്ടില്ല. എന്താ കാരണം? ഞാൻ ചെയ്തിട്ടില്ല. നമ്മളോട് ദേഷ്യമുള്ള രാഷ്ട്രീയ പ്രതിയോഗികൾ നമ്മളത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കറിയാം ഞാൻ ചെയ്തിട്ടില്ല. തെളിവുണ്ടെങ്കിലേ ഉള്ളിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു ദിവസം പോലും അച്ഛൻ അതിന് വേണ്ടി പോകേണ്ടി വന്നു. പണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പോയി എന്നല്ലാണ്ട് ഒരു ദിവസം പോലും അച്ഛനെ ഉള്ളിലേക്ക് അടയ്ക്കാൻ ഇവർക്കാർക്കും പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ 2-3 കാര്യങ്ങൾ നമുക്ക് നല്ലതെന്ന് തോന്നണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നല്ലതെന്ന് തോന്നണ കാര്യം ധൈര്യമായിട്ട് ചെയ്തോ. പക്ഷെ അതിൽ ഒരിക്കലും അഴിമതി കാണിക്കരുത്, പിന്നെ ആരെയും പേടിക്കണ്ടെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അച്ഛനെ സംബന്ധിച്ച് മലയാളികളുടെ മനസ്സിലുള്ള ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് നർമ്മബോധമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചിത്രകല പഠിച്ചിരുന്നുള്ള പുതിയ തലമുറയ്ക്ക് അറിയില്ല, ഒരു ചിത്രകാരൻ കൂടിയായിരുന്നു. അങ്ങനെ ഒരുപാട് അടരുകളുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ പത്രപ്രവർത്തകരുടെ പല ചോദ്യങ്ങൾക്കും ഒരു കുസൃതിയോടെയുള്ള ഒരു മറുപടി. ലീഡർ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ജസ്റ്റ് തിരിഞ്ഞു നിൽക്കുന്ന വളരെ ഫേമസ് ആണ്. അങ്ങനെ അത്രയധികം നർമ്മബോധമുള്ള ചേട്ടനാണെങ്കിലും ശ്രീ കെ മുരളീധരനാണെങ്കിലും ഇതുപോലെ നർമ്മം കലർന്ന മറുപടികൾ പറയാറുണ്ട്. നർമ്മഭരിതമായിട്ടുള്ള മറുപടികൾ ഇവരെ രണ്ടുപേരുടെ പോലെ കാണാറില്ല. എന്നാ വീട്ടിലെ ഏറ്റവും നർമ്മബോധമുള്ള ആള് ഞാനാ. പക്ഷെ ഞാൻ അങ്ങനെ പൊതുവെ അധികം ഇന്റർവ്യൂകൾ കൊടുക്കാറില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രവർത്തകരുടെ കൂട്ടത്തിൽ എപ്പോഴും പ്രവർത്തിക്കും. ഞാൻ അത് ഫേസ്ബുക്കിൽ അധികം ഇടാനോ അല്ലെങ്കിൽ ഒന്നിനും. ഇപ്പം ഞാൻ ചെയ്യണ നല്ല കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. വീട് വെച്ച് കൊടുക്കൽ, കല്യാണത്തിന് ഒന്നും ഞാൻ ഫേസ്ബുക്ക്. കാരണം എൻ്റെ അമ്മ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്, അത് തെറ്റായിരിക്കാം ചിലപ്പോൾ. ഒരു കൈ ചെയ്യണ മറ്റേ കൈ അറിയരുത് എന്നുള്ളതാണ് അമ്മയുടെ ഒരു പോളിസി. അത് ഞാൻ ഇപ്പോഴും പാലിച്ചുകൊണ്ട് വരുന്നുണ്ട്. പലരും ഇങ്ങനെ ഞാൻ അത് ചെയ്തു, ഇത് കൊടുത്തു, മറ്റേ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അവർ ഒരു മൊബൈൽ കൊടുത്താൽ അവർ ഇതിലിടുന്ന ആൾ 15 മൊബൈൽ കൊടുത്താൽ ഞാൻ ഇടാറില്ല. അതൊക്കെ തെറ്റായിരിക്കാം പൊതുജീവിതത്തിൽ. എന്നെ എല്ലാവരും വീട്ടുകാരും ബന്ധുക്കളും ഫ്രണ്ട്സൊക്കെ പറയും.
ഇത് ചെയ്യണം. അപ്പം ഞാൻ പറയാം അത് എൻ്റെ സന്തോഷത്തിന് ഈ ചെയ്യണതാണ്. പുതിയ കാലത്ത് സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ഇല്ലാതെ ഇല്ലാണ്ട് പറ്റില്ല. അപ്പം ഞാനത് കൂടുതൽ ചെയ്യുന്ന ഒരാളല്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി ആരും ഹേർട്ട് ചെയ്യണ വാക്കുകൾ ഞാൻ പറയില്ല. പിന്നെ എൻ്റെ ചേട്ടൻ അത്യാവശ്യം നല്ലോണം അത് പറയുന്ന ഒരാളാണ്. അപ്പം ഞാനതിൽ എനിക്കതിനോട് യോജിപ്പില്ല. ഒരാൾ നമ്മൾ കാരണം വേദനിക്കുക എന്ന് പറയുന്നതൊക്കെ ആ ഒരു, കാരണം ഞാൻ എപ്പോഴും എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും മിക്സാന്ന് എല്ലാവരും പറയുക. കാരണം എൻ്റെ അമ്മ അങ്ങനെയായിരുന്നു. വളരെ നല്ലൊരു സ്ത്രീ, ആരെയും ഒന്നും പറയില്ല. അമ്മ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ 3 പേരും പൊതുപ്രവർത്തന രംഗത്തുണ്ട്, അച്ഛനാണെങ്കിലും മക്കളാണെങ്കിലും. അമ്മ എല്ലാത്തിന്റെയും പുറകിൽ നിൽക്കുന്ന എല്ലാവരുടെയും, എന്നാൽ പുറകിലൊരു ഊർജ്ജമാണ്. അപ്പോൾ അച്ഛൻ കെ കരുണാകരനെ സംബന്ധിച്ചാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രിയതമയെ പറ്റി പറയുന്നതൊക്കെ ഒരുപാട് ആദരവോടെയാണ് എപ്പോഴും പറയാറുള്ളത്. അദ്ദേഹത്തിന്റെ കണ്ണ് നനഞ്ഞ് കാണാറുള്ളത് അങ്ങനെയുള്ള മൊമെന്റുകളിലാണ്. വളരെ വലിയൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്ന ഒരു വ്യക്തിത്വം നിങ്ങളുടെ ഒരു കുടുംബത്തിന്റെ ഒരു എന്താ പറയുക, ഒരു ചാലക ശക്തി തന്നെയായിരുന്നു. തീർച്ചയായിട്ടും. അതായത് അമ്മയ്ക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയമൊന്നുമില്ല. അമ്മ ഏറ്റവും അടുപ്പുള്ളത് നായനാർ സാറിൻ്റെ ഫാമിലി ആയിട്ടും അങ്ങനെ എല്ലാവരുമായിട്ടും. അപ്പോൾ ഞാൻ പറയും അച്ഛൻ രാഷ്ട്രീയക്കാരനാണെങ്കിൽ അമ്മ തീരെ രാഷ്ട്രീയമില്ല. അതായത് മനുഷ്യനായി കാണുന്നൊരു ആളായിരുന്നു അമ്മ. ആര് വന്നാലും ഭക്ഷണം കൊടുക്കുക. പണ്ട് നയനാരങ്ങൾ വീട്ടിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ അച്ഛനിങ്ങനെ സ്വീകരിക്കാൻ പോകുമ്പോൾ പറയും ഞങ്ങളെ കാണാനല്ലേ, എന്നെ ഓറെ കാണാൻ വന്നതാ എന്നാ പറയാ. നേരെ അമ്മയുടെ അടുത്തേക്കാണ് പോവുക വർത്താനം പറയാൻ. പിന്നെ ആളുടെ വൈഫായിട്ടും അമ്മ അത്രയും ആത്മബന്ധം. പിന്നെ പല മന്ത്രിമാരുടെ ഭാര്യമാരും അമ്മയുടെ അടുത്ത് വന്നിട്ട് ആ സങ്കടം പറയാം, എന്തെങ്കിലും ഉണ്ട്. അച്ഛൻ്റെ അടുത്തല്ല സങ്കടം പറയാം. അപ്പോൾ അമ്മ അവരെ ഉപദേശിക്കാൻ. അമ്മ അന്നത്തെ കാലത്ത് പഠിച്ചൊരു സ്ത്രീയായിരുന്നു. അന്നൊന്നും പെണ്ണുങ്ങൾ പഠിക്കില്ല. എൻ്റെ അമ്മ 40s BA എക്കണോമിക്സൊക്കെ കഴിഞ്ഞ ആളാണ്. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛനെ കല്യാണം കഴിച്ചോട് കൂടിയിട്ട് ഞാൻ പറയും ക്രാഷ് ലാൻഡിങ് ആണ്, നേരെ താഴത്തേക്ക്. പിന്നെ ഒരു ഇംഗ്ലീഷ് പോലും പറയാൻ അറിയാത്ത ഒരു സാധാരണ സ്ത്രീയായി അമ്മ മാറി. ആ എങ്ങനെയാണ് അച്ഛൻ്റെ ജീവിതം, ആ ജീവിതത്തിലേക്ക് അമ്മ അതാണ് അച്ഛന് ഒരു കാര്യം അച്ഛന് വീട്ടിൽ അറിയേണ്ടി വന്നിട്ടില്ല. ചിലപ്പം പെട്ടെന്നൊക്കെ അച്ഛൻ വന്ന് പറയും ഒരു 50 പേർക്ക് ഭക്ഷണം വേണം, വേറെ ആരാണെങ്കിലും ഒന്ന് പകയ്ക്കും, പക്ഷെ അമ്മ എല്ലാം കരുതിയിട്ടുണ്ടാവും. അപ്പം പിന്നെ എല്ലാവർക്കും അതെ. ചിലവർ രാവിലത്തെ ട്രെയിനിന് വരും. രാവിലത്തെ ട്രെയിനിന് വന്നു കഴിഞ്ഞിട്ട് പറയുമ്പോൾ അവർക്ക് MLA ക്വാർട്ടേഴ്സിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ അവർ അമ്മയുടെ അടുത്ത് വന്നിട്ടേ കഴിക്കുള്ളൂ. കല്യാണി ചേച്ചിയുടെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പം അത്രയും ഒരു ആത്മബന്ധമാണ് അമ്മയ്ക്ക് എല്ലാവരുമായിട്ട്. ആ അമ്മ മരിച്ചതാണ് അച്ഛനെ ഏറ്റവും തകർത്ത് കളഞ്ഞത്. അതോടെ അച്ഛൻ തകർന്നു പോയി. പിന്നെ അച്ഛന് ജീവിക്കണം എന്നുള്ള ആഗ്രഹമില്ലാണ്ട് പിന്നെ എങ്ങനെ ജീവിച്ചു പോയി എന്നല്ലാണ്ട് എപ്പോഴും പറയും എനിക്ക് അവളുടെ കൂടെ പോകണം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത്രയും അവർ അമ്മാവൻ്റെ മകൾ തന്നെയാണ്. അപ്പോൾ കുട്ടിക്കാലം തൊട്ട് ഒരുമിച്ച് കളിച്ച് വളർന്ന് അങ്ങനെ ഭയങ്കര ആത്മബന്ധമായിരുന്നു അവർ തമ്മിൽ. അമ്മയെ പറ്റി ഓർക്കുമ്പോൾ അച്ഛനെയൊക്കെ വീണ്ടും കണ്ടു നനയുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെയുള്ള ഒരു സൗഹൃദം, വലിയ നേതാക്കള് വളരെ എതിർപക്ഷത്തു നിന്ന് കേരളം കണ്ട ഏറ്റവും വലിയ സമരങ്ങൾ ഇരുപക്ഷത്തു നിന്ന് നയിച്ച നേതാക്കളാണ് കെ കരുണാകരനും നായനാരും ഒക്കെ പറയുമ്പോൾ. പക്ഷെ ഇവര് തമ്മിലുള്ള ഒരു ആത്മബന്ധം പലപ്പോഴും ഈ പുതിയ കാലത്ത് സാധ്യമല്ല. പുതിയ കാലത്ത് നമ്മള് ശ്രീ പിണറായി വിജയനും അല്ലെങ്കിൽ ശ്രീ VD സതീശനും ഒക്കെ ഇരുപക്ഷങ്ങളിൽ നിൽക്കുമ്പോഴും ഇരുവരും ഒന്നിച്ചുള്ള നിമിഷങ്ങൾ ഇത്രയധികം പകർത്തപ്പെടുന്നില്ല. ചിലപ്പോൾ അവരുണ്ടെന്നൊക്കെ പറയുമായിരിക്കാം, പക്ഷെ പൊതുജനങ്ങളുടെ മുന്നിൽ ഇവരുടെ കാലഘട്ടത്തിൽ ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദത്തിന് ഒരുപാട് ഏറ്റവും കൂടുതൽ ഇതിനെതിരെ ഇപ്പൊ നായനാർക്കെതിരെ നിൽക്കുന്ന മനോരമ പോലും ഈ ഒരു ഫീച്ചറുകളൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നു. മറ്റു പത്രങ്ങൾ അതുപോലെ കൊടുക്കാറുണ്ടായിരുന്നു. ഈ ആത്മബന്ധം വളരെ പ്രശസ്തമാണ്. ഏഷ്യാനെറ്റിലാണെങ്കിലും കൈരളിയിലാണെങ്കിലും ഒക്കെ ഇത് കാണാറുണ്ട്. പക്ഷെ ഈ ഒരു കാലത്ത് എന്തുകൊണ്ടാണ് ഈ പൊതുപ്രവർത്തകർ തമ്മിലുള്ള ഈ ഒരു ആത്മസൗഹൃദം ഇല്ലാതാവുന്നത്? ആൾക്കാരുടെ മനസ്സൊക്കെ കുറേ മാറി. കുറേ ഞാൻ പറഞ്ഞില്ലേ, കുറേ വിഷങ്ങൾ പലരുടെ ഉള്ളിലും കയറിയിട്ടുണ്ട്. പണ്ടൊന്നും അതില്ല. ഇന്നും ഞാൻ കണ്ണൂർ പോയാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യനെ കണ്ടിട്ടേ ഞാൻ വരുള്ളൂ. അത് കാണുമ്പോൾ ആ സ്നേഹം ഉണ്ടല്ലോ, അത് ഒരു തുറന്ന മോളേന്നും പറഞ്ഞ് അങ്ങ് കെട്ടിപ്പിടിക്കുമ്പോണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു. എൻ്റെ അമ്മയൊക്കെ കെട്ടിപ്പിടിക്കണ മാതിരി എനിക്ക് തോന്നുന്നു. എന്നിട്ട് എന്നെ അന്ന് ഞാൻ ഒരിക്കൽ ചെന്നപ്പോൾ ആൾക്ക് നടക്കാൻ അത്ര ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും എന്നെ പിടിച്ച് ഓഫീസ് റൂമിൽ കൊണ്ടുപോയപ്പോണ്ട് അമ്മ മരിച്ചിട്ടുള്ള അമ്മയുടെ ഒരു ഫംഗ്ഷന് വന്നിട്ടുള്ള ഒരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിൽ വെച്ചിട്ടുള്ള ഒന്ന് അച്ഛനും അദ്ദേഹവും ആൻറ്റിയും കൂടിയിട്ടുള്ള. അപ്പം അത്രയും ഒരു ആത്മബന്ധം ഇന്നത്തെ കാലത്ത് ആർക്കും ഇല്ല. ഇന്നത്തെ കാലത്ത് സ്വന്തം കാര്യങ്ങൾക്കാണ് താല്പര്യം കൂടുതൽ. മറ്റേത് പാർട്ടിക്ക് വേണ്ടി വഴക്കൂടും, പക്ഷെ വ്യക്തിപരമായിട്ട് എൻ്റെ അച്ഛന് ഇത്രയും വേറെ പാർട്ടികളിൽ ബന്ധം ഞാൻ വേറെ ആർക്കും കണ്ടിട്ടില്ല. ഇപ്പോൾ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ വരുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ, അമ്മ മരിച്ച പിന്നെ ഞാനായിരുന്നു 17 കൊല്ലം അച്ഛൻ്റെ കൂടെ. ഞാൻ അങ്ങനെയാണ് എനിക്ക് പല നേതാക്കന്മാരെയും എനിക്കറിയാം. അപ്പോൾ അവർക്ക് നമ്മുടെ ഈ അപ്പം
അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്ന ഒന്നും മുഴുവൻ കോൺഗ്രസ്സുകാരായിരിക്കില്ല, വേറെ പാർട്ടിയിലത്തെ ആൾക്കാരാണ്. പക്ഷെ അച്ഛൻ ഭയങ്കര ബന്ധവരൊക്കെ ആയിട്ട്. ഇന്നിപ്പോൾ ഞാൻ BJP-യിലേക്ക് എത്തിയപ്പോഴും പല നേതാക്കളും എൻ്റെ അച്ഛനെ പറ്റിയിട്ട് അവിടെ ചെല്ലുമ്പോൾ പറയാം, അത്ര റെസ്പെക്റ്റോടുകൂട്ട് അവർ അച്ഛനെ പറ്റി സംസാരിക്കുക. അപ്പം സത്യം പറഞ്ഞാൽ വിചാരിക്കും അച്ഛന് കോൺഗ്രസ്സിൽ മാത്രമല്ല ഇവരൊക്കെ ഇത്ര ബന്ധമായിരുന്നു. നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലൂടെയും അദ്ദേഹത്തിന്റെ വിശ്വാസത്തിലൂടെയും ഇന്ത്യയുടെ മൊത്തം പ്രധാനമന്ത്രി എന്ന രീതിയിലും അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും. തീർച്ചയായിട്ടും ആ ശ്രമങ്ങളിലൂടെ ആയിരിക്കും ഇനിയുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതെ അതെ. അല്ല, നമ്മൾ കേരളത്തിൽ ചെയ്യാൻ പോകുന്ന ഡെവലപ്മെൻറ്റുകളുടെ ഒരു തുടക്കമായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു ബാക്കിയുള്ള ജില്ലകളിലേക്കൊക്കെ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ ആവിഷ്കരിക്കുന്ന നടപ്പിലാക്കാൻ പോകുന്ന ആ പദ്ധതികളിലെ ഒരു അനുരണനം അതെ തീർച്ചയായിട്ടും അത് കോർപ്പറേഷൻ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിൽ മൊത്തം അതിന്റെ ഗുണം കിട്ടും. അത് തുടങ്ങിയിടുകയും അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം തീർച്ചയായിട്ടും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തൃശ്ശൂരും ഉണ്ടാവും. തൃശ്ശൂര് മോദിജിയുടെ മനസ്സിലൊരു ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ട്രിവാൻഡ്രംമാരിൽ തന്നെ തൃശ്ശൂരുകാരോടും ഭയങ്കര താല്പര്യം ആൾക്ക്. അതുകൊണ്ട് തൃശ്ശൂരിനും ആ ഒരു ഭാവി പ്രതീക്ഷിക്കാം. തൃശ്ശൂർ വലിയ വികസന പ്രവർത്തനങ്ങൾ പലപ്പോഴും നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു അച്ഛനുണ്ടായിരുന്ന ആ ഒരു സമയത്ത് ശ്രീ കെ കരുണാകരന്റെ മനസ്സിലെ വലിയൊരു സ്വപ്നമായിരുന്നു ഇവിടെ നമ്മുടെ പുഴയ്ക്കല്ലേ എയർപോർട്ട്, നെടുമ്പാശ്ശേരിക്ക് പകരം അത് ഇവിടെ വരേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ കാരണങ്ങൾ കൊണ്ട് അന്ന് നടന്നില്ല. പലരും ഇവിടെ എതിർത്തു. അന്ന് അച്ഛൻ വളരെയധികം ദേഷ്യപ്പെട്ടതെന്ന് പറയുന്നത് കേട്ടു. ഞാൻ എൻ്റെ തൃശ്ശൂരിനെ എങ്ങനെയെങ്കിലും നന്നാക്കാൻ ഇവരാരും സമ്മതിക്കില്ല അല്ലേ പറഞ്ഞു. അങ്ങനെയാണ് ഇത് അങ്ങോട്ട് പോയത്. അല്ലെങ്കിൽ ഇവിടെ എന്തായനെ തൃശ്ശൂർ. എനിക്കിപ്പോഴും അതാലോചിക്കുമ്പോൾ സങ്കടമാണ് സത്യം പറയുകയാണെങ്കിൽ. ഇപ്പം നമ്മൾ ഓരോ കാര്യം ചെയ്യാൻ ഓരോരുത്തരെ കാല് പിടിക്കണം. അയ്യോ ഇതൊന്ന് ചെയ്യോ. കാരണം എനിക്ക് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ, അതിൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ സാംസ്കാരിക നഗരം എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പണ്ട് ജയ്പൂരൊക്കെ പോകുമ്പം റോസ് കളറിൽ ഇതടിച്ച് ടൗൺ, അതേമാതിരി ഇവിടെ ഈ ടൗണിൽ കാണുന്ന ആ റൗണ്ടില്ലേ, അതൊക്കെ എന്താ ഒരു ചരിത്രം ഇതായുള്ള സ്ഥലം. അതൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ കൊതിയാവും. ഇതൊക്കെ വേറൊരു രാജ്യത്തായിരുന്നെങ്കിൽ എന്താണ് തൃശ്ശൂരിൻ്റെ ആ ഒരു ഭംഗി, ആ വടക്കുന്നാഥൻ്റെ ചുറ്റുമുള്ള എല്ലാ ലൂർദ് പള്ളിയും എല്ലാം അടുത്തടുത്ത് കിടക്കുന്ന ഒരു ഇത്രയും ജാതി മതവും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു തൃശ്ശൂർ. എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ജാതിയുടെ പേരൊക്കെ പറഞ്ഞ് ഇതാവുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും. ഞാൻ കണ്ട തൃശ്ശൂരല്ല പലപ്പോഴും. പക്ഷെ അതിനി ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ഒരു സ്ഥലത്തിന് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. ഇപ്പം കൊച്ചി ഡെവലപ്പ് ചെയ്ത് കണ്ടില്ലേ, അത് എൻ്റെ അച്ഛൻ്റെ ഒരു കൈ അതിലുണ്ട്, ഈ കൊച്ചി ഡെവലപ്പ് ചെയ്യുക. അതേമാതിരി തന്നെ തൃശ്ശൂർ ഇനി BJP-യോട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യം, എൻ്റെ അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഈ തൃശ്ശൂർ വികസിക്കണം എന്നുള്ളത്. അതിന് ഉള്ള എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ അതിൻ്റെ കൂടെ നിൽക്കാം, എനിക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, കൂടെ നിൽക്കാം. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇതെനിക്കിവിടെ തരണം എന്ന് ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീ കെ കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തി വളരെ പ്രശസ്തമാണ്. എല്ലാ 1-ാം തീയതിയും ഗുരുവായൂരിൽ പോയി തൊഴുത് കണ്ണന്റെ ഒരു അനുഗ്രഹം വാങ്ങിക്കുന്ന വ്യക്തിയാണ്. എല്ലാ 1-ാം തീയതിയും അദ്ദേഹം പോകുമ്പോഴുള്ള ആ വാഹന വ്യൂഹവും ഒക്കെ വളരെ പ്രശസ്തമാണ്. അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രതികൂലമായിട്ട് സംഭവിക്കുമ്പോൾ ഉടനടി ആക്ഷൻ എടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അന്ന് ഇത്രയും മീഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് പൂങ്കുന്നം തൊട്ട് ഗുരുവായൂർ വരെയുള്ള ആ ഒരു 2 വരി പാത, അത് വളരെയധികം കാലങ്ങളായിട്ട് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ബ്ലോക്കാണെങ്കിൽ തീരുന്നില്ല. പുഴയ്ക്കലിലെ ബ്ലോക്ക് കേരളം മുഴുവൻ പ്രശസ്തമാണ്. കോഴിക്കോട്ടേക്കുള്ള ഒരു പ്രധാന പാതയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ അച്ഛനെ കണ്ടു പഠിച്ച ഒരാളെന്ന രീതിയിൽ ചില കാര്യങ്ങളിൽ ഉടനടിയുള്ള ഒരു ആക്ഷൻ പ്ലാനുകൾ BJP-യെ സംബന്ധിച്ച്, തൃശ്ശൂരിനെ സംബന്ധിച്ച് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അയ്യോ, കാരണം ഞാൻ എല്ലാ മാസവും ഗുരുവായൂർ പോകുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ട്രാഫിക് ബ്ലോക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ റോട്ടിൽ കിടന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കണം. പിന്നെ റോഡുകൾ എനിക്ക് തോന്നുന്നു നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചിലപ്പോൾ 1 മാസം കേരളത്തിൽ വന്ന് നിൽക്കുന്നു ഈ റോഡുകൾ മൊത്തം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ളത് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ജനപ്രതിനിധികൾ അക്കാര്യത്തിൽ അവരുടെ ഒരു സഹായം കൂടി ആവശ്യം. നമ്മൾ ഒറ്റ ആൾ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. അവരുടെ ഒരു സഹകരണം വേണം നമുക്ക്. അതില്ലെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല.
കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികളുമായിട്ടുള്ള ഒരു ആത്മബന്ധം കൂടി ഉണ്ടെങ്കിലാണ് ഇത് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. കേന്ദ്രം മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഇവിടുത്തെ ആൾക്കാരും കൂടി നമ്മുടെ കൂടെ നിൽക്കണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് പല കാര്യങ്ങളിലും തടസ്സടാൻ പറ്റും. അപ്പോൾ അതും കൂടി നമ്മുടെ കൂടെ നിന്നാലേ എനിക്ക് നാളെ ഇത് ഗുണമാണ്, അല്ലെങ്കിൽ എൻ്റെ പാർട്ടിക്ക് ഗുണമാണ്, ജനങ്ങൾക്ക് ഗുണമാണ്. ഇതെല്ലാം അവരാ മനസ്സിലാക്കേണ്ടത്. അവർ ഞാനിനി 5 കൊല്ലത്തേക്ക് എന്നെ ആരും തൊഴിലില്ലല്ലോ എന്ന് പറഞ്ഞ് നടന്നാൽ ഇതൊന്നും നടക്കില്ല. അല്ല, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. താങ്കളും സഹോദരനും 2 പാർട്ടികളാണ്, 2 ചേരികളിലാണ്. അപ്പോൾ കുടുംബത്തിലെ ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ഒന്നിച്ചു കൂടുന്ന നിമിഷങ്ങൾ അതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്? രാഷ്ട്രീയം വേറെ ആയിട്ട് കാണാൻ എനിക്ക് നന്നായിട്ട് അറിയാം. കുടുംബം വേറെ, രാഷ്ട്രീയം വേറെ. ആദ്യമൊക്കെ കുറച്ച് ഒരാൾക്കൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഒരേ ചോരയല്ലേ, എത്ര കാലം നമ്മൾ മിണ്ടാതിരിക്കും. അവന്റെ മിണ്ടും സംസാരിക്കലൊക്കെ ഉണ്ട്, ഒന്നിച്ച് കാണാറുണ്ട്. എന്തായാലും ഈ നിറഞ്ഞ സൗഹൃദവും തുറന്ന സമീപനവും അതുപോലെ നിലപാടുകളിലുള്ള കൃത്യതയും അത് അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൂടുതൽ വിജയങ്ങൾ നേടാനായിട്ട് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.